സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ CPMന്റെ പഴയ MLA ആയിരുന്ന PT കുഞ്ഞുമുഹമ്മദ് ന്റെ പേരിൽ ഇതുവരെ ഒരു പീഡന കേസ് പരാതി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു നടപടി എടുക്കുകയോ FIR ഇടുകയോ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ പിന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ യുവതുർക്കി രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു അജ്ഞാതരായ ഒരു യുവതി 23 വയസ്സുള്ള കർണാടകയിലാണ്, ബാംഗ്ലൂരിലാണെന്നൊക്കെ പറയുന്നു. ഒരു പീഡന കേസ് പീഡന പരാതി KPCCക്ക് അയക്കുന്നു. KPCC അധ്യക്ഷൻ ഉടനെ തന്നെ ബാക്കി കുറേ വയസ്സൻ പടുകളവന്മാർ നേതാക്കന്മാരുണ്ടല്ലോ, അവർ കൂടിയാലോചിക്കുന്നു. ഉടനെ DGPക്ക് അയച്ചു കൊടുക്കുന്നു. ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ കേസാവുന്നു. ജാമ്യം നിഷേധിക്കുന്നു. എന്നാലും പിന്നീട് പോയി ജാമ്യം എടുക്കുന്നു. രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോകുന്നു. അപ്പോൾ ആദ്യത്തെ കേസ് വേറെ. അതെന്ന് പറഞ്ഞാൽ ആ യുവതിയും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് അവർ തമ്മിൽ സ്നേഹമായിരുന്നു, അവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ രണ്ടുപേരുടെയും ഇഷ്ടപ്രകാരമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് പ്രായപൂർത്തിയായ ഒരു പുരുഷനും യുവതിയും തമ്മിൽ ബന്ധപ്പെടുന്നതിന് യാതൊരു നിയമ തടസ്സവും ഇവിടെ ഇല്ല. അപ്പോൾ അവർ തമ്മിൽ വിവാഹ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അവരുടെ സ്വകാര്യമായ കാര്യങ്ങളാണത്. അതിൻ്റെ പേരിൽ ആളുകളെല്ലാം കൂടെ കുത്തിത്തിരിച്ച് ആ സ്ത്രീയെ കൊണ്ട് ഇല്ലാത്ത, അതായത് എത്രയെങ്കിലും നാള് കഴിഞ്ഞതാണ്, അതിനുശേഷമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആരോ എന്തോ തിരിച്ചു, അവരുടെ സംഭാഷണങ്ങളോ അതോ ഇതോ ഒക്കെ പുറത്തു വന്നു. എന്തായാലും ശരി, രാഹുൽ മാങ്കൂട്ടം സ്ത്രീലമ്പടനായി കേരളത്തിലുള്ള സ്ത്രീകളെ മൊത്തം പീഡിപ്പിക്കുന്ന ഒരു യുവാവായി മാറി. എന്തായാലും ശരി, സ്വീകാര്യത ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടിയതല്ലാതെ അത് കുറഞ്ഞില്ല. കാരണം എല്ലാവർക്കും മനസ്സിലായി ഇത് ചുമ്മാണ്, വെറുതെ ഉണ്ടാക്കുന്ന കേസാണ്. അതായത് CPMന് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, അതായത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഇലക്ഷൻ ശേഷമായിരുന്നാലും CPMനെ ഉറക്കം കെടുത്തിയ 2 നേതാക്കന്മാരാണ് ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടവും. എവിടെ നിന്നാലും സംസാരിക്കുമ്പോഴൊക്കെ പിണറായി വിജയനെ വ്യക്തിപരമായും അല്ലാതെ ആയിരുന്നാലും പാർട്ടിപരമായും വളരെയധികം സീരിയസ് ആയിട്ട് തന്നെ ക്രിട്ടിസൈസ് ചെയ്ത 2 നേതാക്കളാണ്. കാരണം അങ്ങനെയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗം പിണറായി വിജയനെതിരാണ്. പക്ഷെ പരസ്യമായിട്ട് അവർക്ക് പ്രകടിപ്പിക്കാൻ ഒക്കുന്നില്ല എന്നുള്ളത്. പാർട്ടിയെ അങ്ങനെ ഒരു നേതാവും ഒരു പാർട്ടിയുടെയും കൈപ്പിടിയിൽ ഒതുക്കാൻ പാടില്ല. ജനാധിപത്യ സംവിധാനം കേഡർ പാർട്ടിയാണ്, ഏകാധിപത്യ പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റാണ്, സംഗതി ശരി. പക്ഷെ ഇന്ന് അത് പഴയ കമ്മ്യൂണിസം ഒന്നും അല്ല. കാരണം ദൈവം എന്ന് പറയുന്നത് ഇല്ല എന്ന് നിരീശ്വരവാദമാണ് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം. ദൈവം എന്ന് പറയുന്ന വിശ്വാസമേ പാടില്ല എന്നാണ്. പക്ഷെ ഇപ്പൊ അതിനൊക്കെ വെള്ളം ചേർത്ത് കുഴപ്പമില്ല, ദൈവ വിശ്വാസികൾക്കും പാർട്ടിക്കകത്ത് നിൽക്കാം, അവരുടെ കുടുംബങ്ങൾക്കും ക്ഷേത്രങ്ങളിൽ പോവാം, അമ്പലങ്ങളിൽ പോവാം, പള്ളികളിൽ പോവാം, ചർച്ചുകളിൽ പോവാം, അങ്ങനെയുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്നത്. പണ്ടത്തെ കമ്മ്യൂണിസം എന്ന് പറയുന്നതേ ഇല്ല. കമ്മ്യൂണിസം എവിടെയുണ്ട്? എവിടെയില്ല. അതൊക്കെ ഏകാധിപത്യമാണ്, സ്വകാര്യമായ താല്പര്യങ്ങളാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തോ ആയിക്കൊണ്ട് പോട്ടെ, നമുക്ക് സാധാരണക്കാരന് വേണ്ടി പടപൊരുന്ന കുറെ നേതാക്കന്മാർ CPMൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എന്ന് പറയുന്നത് മുതലാളിമാരുടെ ഒരു പാർട്ടിയാണ്. പലിശയ്ക്ക് കൊടുപ്പും കള്ള് കച്ചവടവും. അതാണ് CPMന്റെ തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ നേതാക്കന്മാരും പൈസക്കാരാണ്. പൈസക്കാരായത് എങ്ങനെയാണ്? ഒന്നീ കള്ളിൻ്റെ കച്ചവടമാണ്, അല്ലെങ്കിൽ പലിശയ്ക്ക് കൊടുപ്പാണ്. അപ്പോൾ അങ്ങനെ അവർ പൈസ ഉണ്ടാക്കി മുതലാളിമാരായി ജീവിക്കുമ്പോഴത്തേക്ക് തൊഴിലാളി പാർട്ടിയാണെന്ന് പറയാൻ നോക്കും. അപ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്നത് എപ്പോഴും മുതലാളിമാരാണ്. എന്തായാലും ശരി, ഇപ്പൊ വിഷയം എന്ന് പറയുന്നത് അതല്ല. മറുനാടൻ ഷാജൻ സ്കറിയ ഇപ്പോ ഇതിനെപ്പറ്റി വിമർശിക്കുന്നുണ്ട്. അതായത് PT കുഞ്ഞുമുഹമ്മദിന്റെ പേരിൽ കേസെടുത്തില്ല, അന്വേഷണം നടത്തിയില്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചത് സത്യമാണ്. അതൊക്കെ സത്യം തന്നെ. പക്ഷെ അതിൻ്റെ ഇടയിൽ മുസ്ലിങ്ങൾക്ക് ഒരു കൊട്ടും കൂടെ. അതായത് പണ്ട് നമ്മുടെ മൂവാറ്റുപുഴയിലെ ജോസഫ് സാറിന്റെ കൈ വെട്ടി, അതുമായിട്ട് കുഞ്ഞുമുഹമ്മദുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. കുഞ്ഞുമുഹമ്മദ് അങ്ങനെ ഒരു കഥാപാത്രത്തെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും എഴുതി വിചാരിച്ചാൽ അതെടുത്താണ് കോളേജ് പിള്ളേർക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ജോസഫ് മാഷെ, ഇയാൾക്ക് വേണമെങ്കിൽ യേശുവിന്റെ പേര് പറഞ്ഞൂടെ? ഈ മുഹമ്മദ്, അതായത് മുസ്ലിങ്ങൾ ലോകം അംഗീകരിക്കുന്ന മുഹമ്മദ് നബിയെ തന്നെ ആ പേര് കൊടുത്ത് അങ്ങനെ ക്വസ്റ്റ്യൻ എടുക്കുന്നതിന് അതിന്റെ ആവശ്യം എന്ത്? യേശുവിന്റെ കൊടുക്കാത്തത്? അപ്പോൾ ഷാജൻ സ്കറിയെ വിളിച്ച് തോമസ് മാഷിന്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് അങ്ങനെ കാരണം? അത്
പിന്നെ കുഞ്ഞു മുഹമ്മദ് എന്ന പേരാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ കുഞ്ഞെന്നുള്ള മാറ്റിയിട്ട് മുഹമ്മദ് ആക്കിയത്. അപ്പൊ മനഃപൂർവ്വമാണ് ഈ ചെറ്റ. ഇവനൊക്കെ അധ്യാപകനാകാനുള്ള യോഗ്യത എന്താണ്? അപ്പോ ഈ ഇപ്പോ ക്രിസംഖ്യകൾക്ക് ഇങ്ങനെ ഒരു പിന്നെ സോക്കേടുണ്ടല്ലോ. നിങ്ങൾ എടുത്തു നോക്കണം. കേരളത്തിലെ ഈ സംഘി ക്രിസംഖി ചാനലുകൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെയും പിന്നെ മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ദൈവം ഏക ദൈവത്തെയും പിന്നെ ഏത് രീതിയിൽ എന്തും പറയും. പ്രവാചകനാണ് മുഹമ്മദ് എന്ന് പറയുന്ന ലോകം അംഗീകരിച്ച പ്രവാചകനാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും ബുദ്ധിജീവികളും ശാസ്ത്രജ്ഞന്മാരും എല്ലാം വളരെയധികം ബഹുമാനം കൊടുക്കുന്ന ഒരു പിന്നെ മഹാനായ വ്യക്തിത്വമാണ് മുഹമ്മദ് എന്ന് പറയുന്നത് പ്രവാചകൻ. ആ പ്രവാചകന് ഇപ്പൊ ഈ ക്രിസംഖികളും സംഖികളും അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓരോ സെക്കൻഡില് മുഹമ്മദിന്റെ പേര് മുഴങ്ങിക്കൊണ്ടിരിക്കും ലോകത്തിന്റെ അവസാനം വരെയും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ക്രിസംഖികൾക്കും പിന്നെ സംഖികൾക്കും അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവര് മുഹമ്മദിനെ എങ്ങനെ ഏതാക്കാം, മുസ്ലിങ്ങളെ എങ്ങനെ ആക്ഷേപിക്കാം, അതിനൊരു വടിയാണ് പിന്നെ ഷാഹിസ്കറിയയെ സംബന്ധിച്ചിടത്തോളം 1ാം ക്ലാസ് വർഗീയവാദിയാണ്. ഇവിടെ ഇപ്പൊ കേരളത്തിലുള്ള 2 ചാനൽ നടത്തുന്നതിൽ മെയിൻ എന്ന് പറയുന്നത് 1 ഷാഹിസ്കറിയ, 2 വളയാർ സുനിൽ, പിന്നെ തത്വമായി ഈ ജനൻ TV, അങ്ങനെ കർമ്മ ന്യൂസ്, ഇതെല്ലാം ക്രിസംഖികൾ നടത്തുന്നതാണ്. പിന്നെ ഈ വളയാർ സുനിൽ മാത്രമാണ് RSS കാരനായിട്ടുള്ളത്. ബാക്കി എല്ലാം കണക്ക് തന്നെ. എന്തായാലും ശരി, നിങ്ങൾ എത്രത്തോളം ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ നിയമങ്ങളെയും ഇസ്ലാം അതായത് മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ഏകദൈവത്തെയും നിങ്ങൾ എത്രത്തോളം ക്രിട്ടിസൈസ് ചെയ്യുന്നു, എത്രത്തോളം വിമർശിക്കുന്നു, അതിനനുസരിച്ച് ഇസ്ലാം വളരുകയാണ്. അപ്പൊ നിങ്ങൾ ഇനി അതിലൊന്നും കാര്യമില്ല. ഈ ഇസ്ലാമിനെ നശിപ്പിക്കാനോ ഇസ്ലാമിനെ നിങ്ങൾ പിന്നെ ജനങ്ങളുടെ മുമ്പിൽ ഭീകരതയാക്കി പറയാനോ ഇവിടെ നിങ്ങൾ എന്തെല്ലാം ശ്രമിച്ചാലും അതൊന്നും നടക്കില്ല. അതായത് ജോസഫിന്റെ കൈ വെട്ടിയപ്പോ ഈ നമ്മുടെ പൂഞ്ഞാറിലെ PC ജോർജ് എന്താണ് പറഞ്ഞതെന്ന് ഷാഹിസ്കറിയ എന്തുകൊണ്ട് പറയുന്നില്ല? എന്തുകൊണ്ടാണ് പറയാത്തത്? ഷാഹിസ്കറിയ അവൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാ? പൂഞ്ഞാറിലെ ആ കച്ചട പിന്നെ PC ജോർജ് പറഞ്ഞ് അവന്റെ കൈയല്ല വെട്ടേണ്ട, അവന്റെ തലയാണ് വെട്ടിയെടുക്കാനുള്ളതെന്ന് ഒരു കേസെടുത്താ? അവന്റെ തലയാണ് വെട്ടിയെടുക്കാനുള്ളത്, അവന്റെ കൈയല്ല. അവൻ അങ്ങനത്തവനാണ്, അവന്റെ കൈ അല്ല പോകേണ്ടത്, അവന്റെ തലയാണ് പോവേണ്ടതെന്ന് പറഞ്ഞതാണ് PC ജോർജ്. ആ PC ജോർജിനെ മകനെ നീ പിന്നെ തവളിലേറ്റിക്കൊണ്ട് നടക്കുന്നില്ലേ ഷാഹിസ്കറിയ? അപ്പൊ നിനക്ക് ഈ വർഗീയത എന്താണ്? ഇങ്ങനെ നിന്റെ രക്തത്തിൽ കലർന്നു പോയാ? നീ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഷാഹിസ്കറിയ. നീ കൂടെ പറയും എനിക്ക് മുസ്ലിം സുഹൃത്ത്, നിനക്കൊരു മുസ്ലിം സുഹൃത്തുക്കളും കാണില്ല. അതുള്ള കുട്ടിയൊക്കെ ഉള്ള മുസ്ലിം സുഹൃത്തുക്കൾ നിനക്ക് കാണും. യഥാർത്ഥ മുസ്ലിം നിന്റെ സുഹൃത്താവില്ല, ഒരിക്കലും ആവില്ല, ആകാൻ കഴിയയില്ല. കാരണം നീ ഒരു ദിവസമെങ്കിലും മുസ്ലിങ്ങളെ ചൊറിയാതെ നീ കിടന്നുറങ്ങൂല, നിനക്ക് ഉറക്കവും വരില്ല. എന്തായാലും ശരി, നീ അതിനെ അനുഭവിക്കും. നിനക്ക് അവസാന കാലത്ത് ഏതെങ്കിലും തരത്തില് മുസ്ലിങ്ങളെ നിനക്ക് ഉപകാരപ്പെടും. നീ അത് മനസ്സിലാക്കുക, അത് കുറച്ചുകൂടെ കഴിയട്ടെ. അപ്പൊ എന്തായാലും ശരി, നീ ഇനി എങ്ങനെ പറഞ്ഞാലും മുസ്ലിങ്ങളെ അവഹേളിക്കാന്, മുസ്ലിങ്ങളെ ഭീകരന്മാരാക്കാന് നീ എപ്പോഴും റാഡിക്കൽ ഇസ്ലാമാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമാണ്, മുസ്ലിം ഭീകരന്മാരാണ്. ഇവിടെ ഭീകരന്മാർ ആരാണ്? ആദ്യം കേരളത്തിലെ ആദ്യത്തെ ഭീകര പ്രവൃത്തി ചെയ്ത് ക്രിസ്ത്യാനിയാണ്. നീ അതിനെ വിമർശിക്കുന്നുണ്ടോ? ഇല്ലല്ല, നീ വിമർശിക്കില്ല. കാരണം കളമശ്ശേരിയില് പിന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു പിന്നെ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ആദ്യമായിട്ട് കേരളത്തിൽ ബോംബ് വെച്ച് ആളിനെ കൊന്നത് ആരാണ്? 8 പേര് മരിക്കുകയും 33 പേരെ ഹോസ്പിറ്റലിലാക്കുകയും ചെയ്ത ആരാണ്? ക്രിസ്ത്യാനിയല്ലേ? അപ്പൊ നീ അന്ന് പിന്നെ ആദ്യം ചാനല് നീ തുടങ്ങിയത് പിന്നെ ഈ വാർത്ത തുടങ്ങിയത് തന്നെ മുസ്ലിങ്ങളെ പിന്നെ ഇത് ചെയ്തുകൊണ്ട് ഹിന്റ് ചെയ്തുകൊണ്ടാണ്. അവരെയാണ് നീ പിന്നെ ആദ്യം മുൾമുനയിൽ നിർത്തിയത്. നീ മാത്രമല്ല, ഇവിടെയുള്ള സംഘികളും ക്രിസംഘികളും എല്ലാ ചാനലുകാരും മുസ്ലിങ്ങളെ ആണ് ഫോക്കസ് ചെയ്തത്. പക്ഷേ എന്നിട്ട് അവസാനം ആരായി? അപ്പൊ ഇത് തന്നെയാണ് കേരളത്തിലായിരുന്നാലും ഇന്ത്യയിലായിരുന്നാലും നടക്കുന്നത്. നിനക്ക് അതിനൊന്നും ആ വിമർശനമൊന്നും നടത്താൻ നിനക്കുള്ള ചങ്കുറപ്പില്ല. കാരണം നീ പലരെയും നിനക്ക് ഫണ്ട് കിട്ടുന്നുണ്ട്. ഈ ക്രിസംഖികളെന്നും കിട്ടും, സംഘികളെന്നും കിട്ടും. രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്ന, രാജ്യത്തെ അതായത് ശിഥിലമാക്കാൻ നടക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഉയർച്ചയിൽ അസൂയ പൂണ്ട് നടക്കുന്ന പാശ്ചാത്യ യഹൂദ ലോബികളിൽ നിന്ന് നിനക്ക് പൈസ കിട്ടുന്നുണ്ട്. അതായത് ഈ നാടിനെ നശിപ്പിക്കുക, ഈ നാടിന്റെ സമ്പൽ സമൃദ്ധിയും ഈ നാടിന്റെ ഉയർച്ചയും എങ്ങനെ നശിപ്പിക്കാൻ നോക്കുമെന്ന് അവർ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ നിന്നെയൊക്കെ പോലുള്ളവരാണ് ഉപയോഗപ്പെടുത്തുന്നത്. നീ ഇവിടെ ചാനൽ എത്രയോ നാളുകൊണ്ട് നടത്തുന്നത്. ഇപ്പൊ ഉത്തർപ്രദേശിൽ 4 പേരെ, ഡൽഹിയിൽ 4 പേരെ അറസ്റ്റ് ചെയ്ത്, ഉത്തർപ്രദേശിൽ 2 പേരെ അറസ്റ്റ് ചെയ്ത്, ഹരിയാനയിലും വേറെ പിന്നെ ഇത് അറസ്റ്റ് ചെയ്ത്, ഈ പിന്നെ അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ നിന്ന് ഈ സംഘപരിവാർ ബന്ധമുള്ള ഹിന്ദുക്കളെ അറസ്റ്റ് ചെയ്ത് രാജ്യത്തെ ഒറ്റുകൊടുത്തത്, രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തത്, പാകിസ്ഥാനിൽ നിന്ന്
കള്ളക്കടത്ത്, കള്ളക്കടത്ത് നടത്തി ഇവിടെ ഭീകരന്മാർക്കും തീവ്രവാദികൾക്കും സപ്ലൈ ചെയ്യുന്നത് ഇതെല്ലാം ഹിന്ദുക്കളല്ലേ ചെയ്തത്. എന്നിട്ട് നീ അതിനെപ്പറ്റി വീഡിയോ ഇടാത്തത്? നിനക്ക് വിടൂല. കാരണം നീ സംഘികളുടെ അവന്മാരെ പോലെ ഈ വിസർജ്യം തിന്നെന്ന് തുടങ്ങിയോ നീ? അന്ന് തൊട്ട് നീ നിന്റെ നീ ജേർണലിസം പഠിത്തമൊക്കെ പോയി. നിനക്കിപ്പോ ഫോക്കസ് ചെയ്തിരിക്കുന്ന മുസ്ലിങ്ങളെ എങ്ങനെ ആക്ഷേപിക്കാം, മുസ്ലിങ്ങൾക്ക് എങ്ങനെ ഒരു അടി കൊടുക്കാം, അതാണ് ചെയ്യുന്നത്. പക്ഷെ നീ അതിന് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയായ ക്രിസ്ത്യാനിയാണെങ്കിൽ നീ അതിനെ അനുഭവിക്കും. നീ ഈ ദുനിയാവിലും നീ അനുഭവിക്കും, നാളെ ആഖിറത്തിലും അനുഭവിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിനക്ക് ഇനി സമയമുണ്ട്. തെറ്റുകളും കുറ്റങ്ങളും മനസ്സിലാക്കി ഈ രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കരുത്. ഈ രാജ്യത്തെ പുരോഗതിയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കരുത്. ഈ യഹൂദന്മാരും പാശ്ചാത്യ ലോകം ഇന്ത്യയെ സ്നേഹിക്കുന്നതൊന്നുമില്ല. അതൊക്കെ നിന്റെ തോന്നലാണ്. നീ ഇപ്പോൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നീ വിചാരിക്കും പാശ്ചാത്യ ലോകം ക്രിസ്ത്യാനികളാണ്, അതുകൊണ്ടാണ്. ഈ യഹൂദന്മാരുടെ കാര്യം തന്നെ നീ എടു. അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഈ യേശു, നിങ്ങൾ ദൈവം എന്ന് പറയുന്നു, ഞങ്ങൾ പ്രവാചകൻ എന്ന് പറയുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അതുപോലെ വിശ്വസിക്കാം, നമുക്ക് നമ്മുടെ അതുപോലെ വിശ്വസിക്കാം. ദൈവത്തിനെ ക്രൂശിലേറ്റിയ ആരാണ്? കുരിശിൽ കയറ്റിയ ആരാണ്? ആരാണ്? യഹൂദന്മാരല്ലേ? ആ യഹൂദനെ സപ്പോർട്ട് ചെയ്ത് സ്വന്തം ദൈവത്തെ കുരിശിലേറ്റിയ യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന നീ ആരാണ്? ആരാച്ചാരാണ്? നീ മനുഷ്യനൊന്നുമല്ല. നിന്നെ പോലുള്ളവരും അങ്ങനെ തന്നെ. സ്വന്തം ദൈവത്തെ കുരിശിലേറ്റിയ യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്യുന്നവൻ ആരാണ്? നീ ഒറ്റുകാരനാണ്. നിന്നെ യാതൊരു കാരണവശാലും കേരളത്തിലെ ക്രിസ്ത്യാനികളും അംഗീകരിക്കില്ല, ഇന്ത്യയിലെ ക്രിസ്ത്യാനികളും അംഗീകരിക്കില്ല. അതായത് നിന്റെ മാതാപിതാക്കൾ പോലും നിന്നെ അംഗീകരിക്കും. കാര്യം സ്വന്തം ദൈവത്തെ കുരിശിലേറ്റിയവന്റെ ബാക്കിൽ ആരെങ്കിലും പോവാനെ സപ്പോർട്ട് ചെയ്യും? ആരും സപ്പോർട്ട് ചെയ്യില്ല. അപ്പോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് 26,000 കുട്ടികൾ, 6 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൂട്ടക്കൊല ചെയ്ത യഹൂദന്മാരെ ന്യായീകരിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന നിന്നെ പോലുള്ള ആധമന്മാരെ കേരള സമൂഹം തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജാതിയും മതവും എന്തോ വായിക്കേണ്ടി പോകും, ഏത് പൊളിറ്റിക്സോ വായിക്കേണ്ടി പോട്ട്. നമ്മളിവിടെ കേരളത്തിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയാണ്. നമ്മൾ ഇവിടെ ജനിക്കുന്നു, ഇവിടെ ജീവിക്കുന്നു, ഇവിടെ മരിക്കും. ആ രാജ്യത്തിന് വേണ്ടി ആത്മാഹുതി ചെയ്യും. ആ രാജ്യത്തിന് വേണ്ടി നമ്മുടെ ജീവൻ ബലിയർപ്പിക്കണം. നമുക്കറിയാമല്ലോ, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ ആരിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തത്? ക്രിസ്ത്യാനികളായ പാശ്ചാത്യ ശക്തികളായ ഈ ബ്രിട്ടനിൽ നിന്നാണ്. അവരിവിടെ എന്തിനാണ് നിന്നത്? കള്ളവും കാവട്യവും കൊണ്ട് കച്ചവടത്തിന് വന്ന് നമ്മുടെ രാജ്യം പിടിച്ചെടുക്കി കൊണ്ടുപോയതാണ്. അപ്പൊ പിടിച്ചെടുത്തതിന് ശേഷം നമ്മളെ പാപ്പരാക്കിയാണ് പോയത്. നിങ്ങൾക്കറിയാമല്ലോ. ഈ മുഗളന്മാരാണ് അവസാനമായിട്ട് ഇന്ത്യ ഭരിച്ചിരുന്നത്. മുഗളന്മാരിൽ നിന്നാണ് ഇവിടെയുള്ള ഹിന്ദു രാജാക്കന്മാരെ ബാക്കിയുള്ളവരെയൊക്കെ കൂട്ടുപിടിച്ച് ഒറ്റുകൊടുത്ത് അവരെ തോൽപ്പിച്ച് ആ അധികാരം പിടിച്ചെടുത്തത്. ഈ മുഗളന്മാർ ഭരിക്കുമ്പോൾ ലോക സമ്പത്തിന്റെ 4/1 ഇന്ത്യയിലായിരുന്നു. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു ഇന്ത്യ. ആ ശക്തിയെ മുടിപ്പിച്ച് പാപ്പരാക്കി പോയവരാണ്, എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോയതാണ് ഇംഗ്ലീഷുകാർ. ആ ഇംഗ്ലീഷുകാരുടെ വീട്ടിലാണ് നീ എപ്പോഴും സ്ഥിരമായിട്ട് പോകുന്നത്. ഇംഗ്ലീഷുകാരൻ്റെ ഉപ്പും ചോറുമാണ് നീ നിന്റെ ഭാര്യയും മക്കളും തിന്നുന്നത്. അതുകൊണ്ട് അപ്പൊ ഇവിടെയുള്ള കേരളത്തിലുള്ള സംഘപരിവാറുകാർക്ക് ഇത് അറിയാം. പക്ഷെ ചില താല്പര്യങ്ങൾക്ക്, താൽക്കാലിക ലാഭത്തിന് വേണ്ടിയാണ് നിന്നെയൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ശരി, കേരള സമൂഹം ഇത് തിരിച്ചറിയണമെന്നും നമുക്ക് ജാതിയും മതവും ഒക്കെ അവനവന്റെ മതം അവനവന്റെ രാഷ്ട്രീയം അവനവന്, അതനുസരിച്ച് വിശ്വസിക്കാം, ജീവിക്കാം. അത് ഇവിടെ പ്രശ്നമാക്കരുത്. നമ്മളെല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ സൗഹാർദ്ദത്തിലും സന്തോഷത്തിലും പരസ്പരം സഹകരിച്ചും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ ജീവിക്കണമെന്നാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.